കഴിഞ്ഞ് എല്ലാവരും കരഞ്ഞിറങ്ങി വരുമ്പോൾ ഫാത്തിമ ഭയങ്കര ഷോക്കായിരിക്കും. എന്താ സംഭവം, എന്തിനാണ് എല്ലാവരും കരയുന്നത് എന്നൊക്കെ. ആദ്യമൊക്കെ ഭയങ്കര താഴ്ന്നത് മാറ്റി ഇങ്ങനെ കുറഞ്ഞപ്പോൾ ഞാനിങ്ങനെ സാരില്ല ഞാൻ എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നത് ബാക്കിയുള്ളവർ എൻ്റെ റൂംമേറ്റ്സിനെ മോട്ടിവേറ്റ് പറയാ. ഞാൻ മോട്ടിവേറ്റ് മാനേജ് ചെയ്യാൻ പറ്റുന്നതൊക്കെ തന്നെ ഉള്ളൂ. ഞാൻ പാസ്സായില്ലേ. ഞാൻ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി കൂടുതൽ സ്റ്റഡി മെറ്റീരിയൽസ് യൂസ് ചെയ്തത്. ടെക്സ്റ്റ് ബുക്കിൽ കുറേ ഉണ്ടായിട്ട് തോന്നിയ കാര്യങ്ങളൊക്കെ അത് കുറച്ചും കൂടെ കളർഫുള്ളും ഒക്കെ ആയിട്ടുള്ളത് തരുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടെ പിക്ചേഴ്സ് ഇതൊക്കെ വരുമ്പോൾ കുറച്ചും കൂടെ ഈസി ആയിട്ട് പഠിക്കാം. നമ്മുടെ അവിടുത്തെ സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ എങ്ങനെയുണ്ടായിരുന്നു സൈലത്തിലെ? എനിക്ക് ഇഷ്ടപ്പെട്ട ഫാക്കൽറ്റീസാണ്. എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും അടിപൊളിയാണ് ആക്ച്വലി. ഹായ് എവ്രിവൺ, എൻ്റെ കൂടെ ഉള്ളത് ഫാത്തിമ റമീഷ, സൈലത്തിൻ്റെ അനദർ ഫ്യൂച്ചർ ഡോക്ടർ ഹൂം വി ആർ വെരി പ്രൗഡ് ഓഫ്. കാരണം എന്താണെന്നറിയോ, ഇദ്ദേഹം എഴുതിയത് വാസ് വൺ ഓഫ് ദ ടഫസ്റ്റ് നീറ്റ് പേപ്പർ ഇൻ ദ ഹിസ്റ്ററി ഓഫ് നീറ്റ്. പക്ഷേ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അത് നല്ല സ്കോറിൽ ക്ലിയർ ചെയ്ത് ഇപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഫസ്റ്റ് ഇയർ MBBS പഠിക്കുകയാണ്. അതുകൊണ്ട് സ്പെഷ്യൽ കൺഗ്രാറ്റ്സ് ആൻഡ് വെരി വെരി പ്രൗഡ് ഓഫ് യു. ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല മോള് ചെയ്തത്. അപ്പോൾ ഫാത്തിമ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എടുത്ത് പറഞ്ഞു, മിസ്സേ ഞാൻ എക്സാം എഴുതുമ്പം എനിക്കറിയില്ലല്ലോ നീറ്റ് ഇങ്ങനെയാണ്, ഇത്ര ടഫായിരിക്കും എന്നൊന്നും. ഞാൻ ഫസ്റ്റ് ടൈം എഴുതല്ലേ, അതുകൊണ്ട് ഞാനങ്ങ് എഴുതി. പിന്നെ റിസൾട്ടൊന്നും ഞാൻ പിന്നെ നോക്കിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ കിട്ടി. അപ്പോൾ ആള് ഭയങ്കര ഈസി ആയിട്ട് ഭയങ്കര 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 ഒരു ഹാപ്പി ആറ്റിറ്റ്യൂഡോടെയാണ് എല്ലാം ഫേസ് ചെയ്തത്. നീറ്റ് കഴിഞ്ഞ് എല്ലാവരും കരഞ്ഞിറങ്ങി വരുമ്പോൾ ഫാത്തിമ ഭയങ്കര ഷോക്കായിരിക്കും. എന്താ സംഭവം, എന്തിനാണ് എല്ലാവരും കരയുന്നത് എന്നൊക്കെ. ബട്ട് വാട്ട് എവർ ഹാപ്പൻ ഇറ്റ് ഹാപ്പൻ ഫോർ ദ ഗുഡ് അല്ലേ. അപ്പം മോളിപ്പം നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കോളേജിൽ പഠിക്കുകയാണ്. സോ നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഏത് സ്കൂളിലാണ് മോള് പഠിച്ചത്? ഗോകുലം പബ്ലിക് സ്കൂൾ. ഗോകുലത്തിൽ സ്റ്റുഡൻ്റ് ആയിരുന്നു. ആൻഡ് 12th നല്ല മാർക്കോട് കൂടി ക്ലിയർ ചെയ്തു. ആൻഡ് ദെൻ യു അറ്റംപ്റ്റഡ് നീറ്റ്. അപ്പം പറയൂ, നമ്മുടെ സ്കൂളിലെ ക്ലാസ്സസ് എങ്ങനെയാണ് മോളെ ഹെൽപ്പ് ചെയ്തത്? എന്താന്ന് വെച്ചാൽ സ്കൂളും ഈ കരിക്കുലം ഓൾമോസ്റ്റ് സെയിം ആണല്ലോ. അപ്പോൾ പിന്നെ സിലബസ് സെയിം ആണ്. അപ്പോൾ പിന്നെ വലിയ പ്രശ്നമില്ല. ബേസിക്കലി എന്ന് വെച്ചാൽ അവിടുത്തെ ടീച്ചേഴ്സ്മാർ, മെയിനായിട്ട് ഫാക്കൽറ്റീസ്, അവരായിട്ടല്ലേ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഓരോ കാര്യവും നല്ല വൃത്തിക്ക് സമയം എടുത്ത്, കാരണം ഒരു ടോപ്പിക്കിന് അത്രയും മണിക്കൂർ എടുത്തിട്ടാണ് പഠിപ്പിച്ചത്. അപ്പോൾ പിന്നെ അങ്ങനെ ഗ്രാസ്പ് ചെയ്ത് വന്നതാണ് എനിക്ക്. അപ്പോൾ ആദ്യമേ തന്നെ അത് പഠിക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് പഠിച്ചു പോകാൻ പറ്റി, നല്ല ഡീപ്പായിട്ട് പഠിച്ചു പോകാൻ പറ്റി. ഓക്കെ. പക്ഷെ നിങ്ങൾ അതിൽ പഠിക്കുമ്പം ബോർഡ്സിന് നമ്മൾ തിയറി പേപ്പർ അല്ലേ എഴുതുന്നത്, ഇത് ഒബ്ജക്റ്റീവ് പേപ്പർ അല്ലേ, MCQ പേപ്പർ അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് മോള് ഇതാക്കിയത്, ടൈം മാനേജ്മെന്റും കാര്യങ്ങളൊക്കെ? ഞാൻ രണ്ടും ഒരേമാതിരി കൊണ്ടുപോകാൻ നോക്കി. പക്ഷെ ബോർഡ്സിൻ്റെ എക്സാമിൻ്റെ ടൈമിൽ കൂടുതൽ തിയറി ഞാൻ ഫോക്കസ് ചെയ്തു. അപ്പോൾ എനിക്ക് ചെറുതായിട്ട് MCQs, പിന്നെ വീണ്ടും MCQs ലൈഫൊക്കെ വന്നപ്പോൾ ചെറുതായിട്ടൊരു പ്രശ്നം വന്നു. ബാക്കിയല്ല, സാധാ സമയത്തൊക്കെ ബാക്കി രണ്ടും കൂടെ ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ എക്സാമിൻ്റെ സമയത്തൊക്കെ ആകുമ്പോൾ ബോർഡ് എക്സാം ടൈമൊക്കെ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ബോർഡല്ലേ. കറക്റ്റ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അത് ജസ്റ്റ് തിരിച്ചാണ്ട് വന്നപ്പോൾ കുറച്ചൊരു സമയം ലാഗ് വന്ന് തിരിച്ചു പിടിക്കാൻ വേണ്ടി. പക്ഷെ പറ്റി. ആദ്യമൊക്കെ ഭയങ്കര താഴ്ന്ന് മാർക്ക് ഇങ്ങനെ കുറഞ്ഞപ്പോൾ ഞാനിങ്ങനെ സാരില്ല അതന്നെ സെൽഫ് മോട്ടിവേഷൻ. ഞാൻ എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നത് ബാക്കിയുള്ളവർ എൻ്റെ റൂംമേറ്റ്സിനെ മോട്ടിവേറ്റ് പറയാ. ഞാൻ മോട്ടിവേറ്റ്. നൈസ്. അപ്പൊ നമ്മുടെ എക്സാംസ് ഒക്കെ ഹെൽപ്പ് ചെയ്തിരുന്നോ? കുറെ അത്യാവശ്യം നന്നായി. ഓക്കെ. XPL ഐ മീൻ നമ്മുടെ റിവിഷൻ പ്രോഗ്രാമിലൊക്കെ അതിന്റെ ക്ലാസ് ഒക്കെ കാണുമായിരുന്നോ? ചില ക്ലാസ്സുകൾ കാണുന്നുണ്ടായിരുന്നു. കാരണം ചില ടോപ്പിക്സുകൾ എനിക്ക് ഡിഫിക്കൽട്ടായ ചില ടോപ്പിക്സ് ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ക്ലാസ് കാണും. പിന്നെ ഓക്കെ. ആൻഡ് ഇപ്പോൾ 12th പഠിക്കുന്ന കുറേ പേരുണ്ട്. അവർക്കുള്ള വലിയൊരു കൺസേൺ ആണ് ഞങ്ങൾ രണ്ടും കൂടെ എങ്ങനെ മാനേജ് ചെയ്യും. നമ്മുടെ സൂപ്പർ കിങ്സ് ബാച്ചിലും അതേപോലെ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിലൊക്കെ പഠിക്കുന്ന ഒരുപാട് മക്കൾ ഇപ്പോൾ വീഡിയോ കാണുന്നുണ്ടാവും. അപ്പോൾ മോൾ എങ്ങനെയാണ് ഇത് രണ്ടും കൂടി മുമ്പോട്ട് കൊണ്ടുപോയതൊന്ന് പറഞ്ഞു കൊടുത്തവർക്ക്? സത്യം പറഞ്ഞാൽ പഠിക്കുക, എന്തായാലും രണ്ടിനും പഠിക്കണമല്ലോ. പഠിക്കുന്നത് ഒരേ കാര്യമായതുകൊണ്ട് കുറേയൊക്കെ രക്ഷപ്പെട്ടു. കാരണം ടെക്സ്റ്റ് ബുക്ക് ബയോളജി ആണെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് നല്ല വൃത്തിക്ക് പഠിക്കാമെന്ന് ഞാൻ പറയാം. പിന്നെ ഫിസിക്സ് ഒക്കെ ആകുമ്പോൾ ക്വസ്റ്റ്യൻസ് കുറേ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. മറ്റേതാകുമ്പോൾ നമ്മൾ സ്റ്റെപ്സുകൾ ഒരുപാട് ചെയ്തിട്ട് വരും. ഫിസിക്സ് ചെയ്ത് കാണിക്കുമ്പോൾ, പേപ്പറിൽ ചെയ്ത് കാണിക്കുമ്പോൾ സ്റ്റെപ്സിന് മാർക്ക് ഉറപ്പാണ്. അപ്പോൾ അത് മറ്റേതാകുമ്പോൾ നമ്മൾ സിമ്പിളായിട്ടുള്ള ട്രിക്സുകളൊക്കെ ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ നോക്കും ചില ക്വസ്റ്റ്യൻസ്. പക്ഷെ അത് ആ രണ്ട് രീതിയിലും പഠിച്ച് ശ്രമിക്കുക, കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നോക്കുക, മാനേജ് ചെയ്യാൻ പറ്റുന്നതൊക്കെ തന്നെ ഉള്ളൂ. ഞാൻ പാസ്സായില്ലേ. ഫാത്തിമ പാസ്സായതുകൊണ്ട് ആർക്കും പറ്റും എന്നാണ് അതെ എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ എല്ലാവർക്കുള്ള മെസ്സേജൊക്കെ പറഞ്ഞിട്ടുണ്ട് മോള്. അപ്പം ഈ സ്റ്റഡി മെറ്റീരിയൽ ഇല്ലേ, നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ എങ്ങനെ യൂസ് ചെയ്തതെന്ന് പറയോ? സ്റ്റഡി മെറ്റീരിയൽ ഞാൻ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ സ്റ്റഡി മെറ്റീരിയൽസ് യൂസ് ചെയ്തത്. ഓക്കെ. പിന്നെ ചില കുറച്ചും കൂടെ
കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആകുമ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കുറേ ഉണ്ടായിട്ട് തോന്നിയ കാര്യങ്ങളൊക്കെ അത് കുറച്ചും കൂടെ കളർഫുള്ളും ഇതൊക്കെ ആയിട്ടുള്ള തരുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടെ പിക്ചേഴ്സ് ഇതൊക്കെ വരുമ്പോൾ കുറച്ചും കൂടെ ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റി. അപ്പോൾ രണ്ടിനും ഈ സ്റ്റഡി മെറ്റീരിയൽ ഹെൽപ്ഫുള്ളായി, ബോർഡ്സിൽ പ്രിപ്പയർ ചെയ്യാനും ഹെൽപ്ഫുള്ളായി എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മുടെ അവിടുത്തെ സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ എങ്ങനെയുണ്ടായിരുന്നു സൈലത്തിലെ? അടിപൊളി ടീച്ചർ, എനിക്ക് ഇഷ്ടപ്പെട്ട ഫാക്കൽറ്റീസാണ്. കാരണം ഓരോ ആൾക്കാരും എനിക്ക് ഓൾമോസ്റ്റ് എല്ലാവരും അടിപൊളിയാണ് ആക്ച്വലി. കാരണം ഓരോ ആൾക്കാരും ഓരോ ടോപ്പിക്സ് എടുക്കും. പിന്നെ അടുത്ത പ്രാവശ്യം സാർമാരാണ് തിരിച്ചു വരുന്നത്, വേറെ സാർമാരൊന്നും വരല്ലേ. ഈ സാർമാരുടെ മാറ്റം എന്നുള്ള രീതിയിൽ നല്ല അടിപൊളി സാർമാർ, അടിപൊളി ടീച്ചേഴ്സ് എല്ലാവരും. കാരണം ഒരു ടോപ്പിക് എന്ന് പറയുമ്പോൾ അത് അങ്ങനെയും ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ച് തന്നിക്കണം. കാരണം എന്തൊക്കെ ചോദിക്കാൻ പറ്റുന്നൊക്കെ പറഞ്ഞു തന്ന രീതിയിൽ നമുക്ക് എല്ലാതും കാരണം കൂടാതെ പറയണം. കാരണം നമുക്ക് പ്രാക്ടിക്കൽസ് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതും അവരെ കൊണ്ട് മാനേജ് ചെയ്യിപ്പിച്ചില്ലേ, അവരെന്നാലും നമുക്ക് അത് പഠിപ്പിച്ചു തന്നെ. അപ്പോൾ സത്യം പറഞ്ഞാൽ താങ്ക് യു നമ്മുടെ ഫാക്കൽറ്റീസിനോട്, ബിഗ് താങ്ക്സ്. എല്ലാവരോടും ബിഗ് താങ്ക് യു. ഓക്കെ, ഇതിൽ ഇനി ഒന്നും പറയാനില്ല. ബിക്കോസ് ഞാനൊരു ആസ് എ ടീച്ചർ ഞാനൊരു കുട്ടി എങ്ങനെ നീറ്റിൽ എത്തണം, എങ്ങനെ നീറ്റ് ക്ലിയർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു, യു ഹവ് ഡൺ ഓൾ ദാറ്റ് റൈറ്റ്. ബിക്കോസ് NTA ആഗ്രഹിക്കുന്നതും ആ എക്സാം ഫോർമുലേറ്റ് ചെയ്യുന്ന ആളുകൾ ആഗ്രഹിക്കുന്നത് എന്താണ്, ഒരു കുട്ടി 12th കഴിഞ്ഞ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഇത് ഒരുമിച്ച് പഠിച്ച് ക്ലിയർ ചെയ്യാന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത്. സോ യു ഹവ് ഡൺ ദാറ്റ്. അപ്പം അത് ഒരു സ്മോൾ തിങ് അല്ല, ഇറ്റ്സ് എ ബിഗ് തിങ് ആൻഡ് യു ഷുഡ് ബി റിയലി പ്രൗഡ് ഓഫ് യുവർ സെൽഫ്. ആൻഡ് നന്നായിട്ട് പഠിക്കുക, അടിപൊളി ഡോക്ടറായി വരട്ടെ. ഓക്കെ, ക്യാമ്പസ് ലൈഫൊക്കെ എൻജോയ് ചെയ്യുന്നു തോന്നുന്നു അല്ലേ? നന്നായിട്ട് അടിപൊളിയായിട്ട് ഈ ഒരു മോട്ടിവേഷനിൽ തന്നെ പോസിറ്റീവ് എനർജിയിൽ തന്നെ ഇങ്ങനെ അങ്ങോട്ട് മുമ്പോട്ട് പോട്ടെ. ആഗ്രഹം അത് തന്നെയാണ്. യെസ് അങ്ങനെ തന്നെ ആവും. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ടു യു ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ടു ഓൾ. All the best.